സയൻസ് കോളേജുകളിൽ ബിരുദതലം വരെ സൗജന്യ വിദ്യാഭ്യാസം പ്രഖ്യാപിച്ച് ബജറ്റിൽ ചരിത്ര പ്രഖ്യാപനം. പ്രധാന നഗരങ്ങളിൽ കേരള കലാലയങ്ങൾ സ്ഥാപിക്കും. 1-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കേൾക്കാം. സൗജന്യ വിദ്യാഭ്യാസം ബിരുദതലം വരെ നൽകുന്ന ഒരു പദ്ധതി. സർ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുകയാണ്. നിലവിൽ +2 വരെയുള്ള സൗജന്യ വിദ്യാഭ്യാസമാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. സർ, സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി. സർ, ഇതുകൂടാതെ കേരളത്തിലെ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയാണ്. ഇതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. വർഷം 15 കോടി രൂപ ഇതിനായി വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനായി 15 കോടി രൂപ ബജറ്റിൽ മാറ്റിവെക്കുന്നു. ഗോപാൽ ശിലാസനൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, ഡിഗ്രി വരെ സൗജന്യമായുള്ള പഠനം എന്നുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനം ഈ ബജറ്റിൽ ശ്രദ്ധേയമാണ്. യുവജനങ്ങൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്തൊക്കെ നീക്കിവെപ്പുണ്ട്? റോഷ്നി, വിപ്ലവകരമായൊരു തീരുമാനം എന്ന് തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ടതായിട്ടുള്ളത്. കാരണം നിലവിൽ സംസ്ഥാനത്ത് 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയാണ് നിർബന്ധിത സൗജന്യ വിദ്യാഭ്യാസമുള്ളത്. ആ വിദ്യാഭ്യാസം ഇനി മുതൽ കോളേജ് തലത്തിലേക്ക് കൂടി ഉയർത്തുകയാണ് സംസ്ഥാന സർക്കാർ. ആ കോളേജിൽ, അതായത് സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ സൗജന്യ വിദ്യാഭ്യാസമായിരിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ധനമന്ത്രി ഇന്ന് നിയമസഭയിൽ ബജറ്റ് അവതരണത്തിനിടെ നടത്തിയത്. ഇതോടുകൂടി തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം നിരവധി വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് ഉണ്ടായിട്ടും ഫീസ് കൊടുക്കാൻ കാശില്ലാതെ, അല്ലെങ്കിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കാശില്ലാത്ത രീതിയിൽ അവർ പഠനം അവസാനിപ്പിക്കുന്ന ഒരു സ്ഥിതി കാണാറുണ്ട്. ആ സ്ഥിതി ഇനി ഉണ്ടാകില്ല. ഇനി വിദ്യാർത്ഥികൾക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനവുമായി മുന്നോട്ട് പോകാം. മറ്റൊന്ന്, സ്കൂൾ തലത്തിലേക്ക് വരികയാണെങ്കിൽ 1 മുതൽ 12 വരെ ക്ലാസ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് സൗജന്യമായി നൽകുന്ന പദ്ധതിക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഇത് പ്രകാരം അപകടത്തിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട അപകട ഇൻഷുറൻസ് ലഭിക്കും. ലൈഫ് ഇൻഷുറൻസ് വേറെയും ലഭിക്കും എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2-ാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ മുതൽക്ക് തന്നെ അവർ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ പരിപോഷിപ്പിക്കുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയും പൊതുവിദ്യാഭ്യാസ മേഖലയും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ളൊരു ഇടപെടലാണ്, തീരുമാനമാണ്, പ്രഖ്യാപനമാണ് ഇത് എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പാകട്ടെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പാകട്ടെ, ധനവകുപ്പാകട്ടെ, സർക്കാരാകട്ടെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും അങ്ങേയറ്റം ജനപ്രിയമായിട്ടുള്ള ജനങ്ങളെ, സാധാരണക്കാരായ ജനങ്ങളെയും യുവജനങ്ങളെയും രക്ഷകർത്താക്കളെയും അടക്കം സ്വീകാര്യമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്ന് തന്നെ ഇതിനെ വിലയിരുത്തേണ്ടതായിരിക്കും. ഓക്കെ ഗോപാൽ.